റമദാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണത്. റമദാനിലെ എല്ലാ വെള്ളിയാഴ്ചയും വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് ജുമുഅ നടത്തുന്നതും സംഘടിപ്പിക്കുന്നതൊക്കെ. എല്ലായിടത്തും ജുമുഅക്ക് നേതൃത്വം നൽകുന്നത് വലിയ പണ്ഡിതന്മാരാണ്. വിശുദ്ധ ഹറമിലടക്കം ഹറമിലെ ഇമാമുമാരുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രഗത്ഭരാണ് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് റമദാനിൽ നേതൃത്വം നൽകുക. ഇവിടെ സമൂഹത്തിന് നൽകുന്ന പ്രധാനപ്പെട്ട ഒരു മെസ്സേജ്, റമദാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ഭിന്നശേഷിക്കാർ നേതൃത്വം നൽകുന്നതിലൂടെ ഇന്നത്തെ മാഷറ, അതുപോലെ തന്നെ ഖുതുബ, നിസ്കാരത്തിൻ്റെ നേതൃത്വം, ശേഷമുള്ള പ്രസംഗം, എല്ലാറ്റിൻ്റെ നേതൃത്വവും ഭിന്നശേഷിക്കാരായിരുന്നു. ആ രൂപത്തിൽ നേതൃത്വം നൽകാൻ പറ്റുന്ന രൂപത്തിൽ വന്നിരായ ഷെയ്ഖുന മാദിൻ ചെയർമാൻ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി ഉസ്താദ് ഈ സമൂഹത്തിലെ ഭിന്നശേഷിക്കാരെ വളർത്തിയെടുത്തു. പിന്നീട് സമൂഹത്തിന് നൽകുന്ന മെസ്സേജാണ് ഇവർക്ക് ഈ ഉന്നതമായ, ഈ ഉത്കൃഷ്ടമായ ഈ പദവിക്ക് നേതൃത്വം വഹിക്കാൻ സാധിക്കും. ഇതൊരു പ്രധാനപ്പെട്ട മെസ്സേജായിട്ടാണ് നമ്മൾ എല്ലാവരും സമൂഹം മനസ്സിലാക്കേണ്ടത്. പല വിധത്തിൽ ഭിന്നശേഷിക്കാരായിട്ടുള്ള സുഹൃത്തുക്കളെയും വിദ്യാർത്ഥികളെയും ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് മാദിൻ ചെയർമാൻ നടത്തുന്ന ഈ പ്രവർത്തനത്തിൻ്റെ ഒരു റിസൾട്ടാണ് ഇന്നത്തെ ദിവസം നമ്മൾ കണ്ടത്. വിവിധ വിദ്യാർത്ഥികൾ JRF അടക്കമുള്ള ഉന്നത സ്ഥാനങ്ങൾ, അതുപോലെ തന്നെ കോളേജുകളിലെ പ്രൊഫസർമാരാവുകയും അതുപോലെ തന്നെ ഹാഫിളുകളാവുകയും അന്തർദേശീയ വേദികളിൽ ഖുർആൻ മത്സര വേദികളിലെ ശ്രദ്ധേയ സാന്നിധ്യമാവുകയൊക്കെ ചെയ്ത സംഭവങ്ങളൊക്കെ കഴിഞ്ഞ വർഷങ്ങളിലും മാസങ്ങളിലും ദിവസങ്ങളിലൊക്കെ നമ്മൾ ചാനലുകളിലൊക്കെ കണ്ടു. അതേപോലെ ഇന്നത്തെ ഖുതുബയുടെ മനോഹരമായ ഖുതുബയും നമ്മൾ, അതുപോലെ നിസ്കാരമൊക്കെ ഭിന്നശേഷിക്കാർ നിർവഹിച്ചതും നാം കാണുകയുണ്ടായി. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സാഹചര്യങ്ങളിൽ പലപ്പോഴും നിസ്കാരത്തിന് നേതൃത്വം നൽകാൻ, തനിക്ക് പകരം നേതൃത്വം നൽകാൻ ചുമതലപ്പെടുത്തുന്നവരിൽ അന്ധനായ അബ്ദുല്ലാഹിബിൻ ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹുവിനെയും തിരഞ്ഞെടുത്തിരുന്നു എന്നതൊക്കെ നമ്മൾ ഈ സമയത്ത് ഈ വിഷയത്തിലെ പ്രാധാന്യത്തിൻ്റെ ഭാഗമായിട്ട് മനസ്സിലാക്കണം.